ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലൈനും സ്റ്റാർട്ടിങ് കണ്ടപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്, അതും ആലപ്പുഴയിലേക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഇവിടുന്ന് അടുത്താണ്, 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ, പക്ഷെ പോയിട്ടില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ 8 മണി ആകുമ്പോൾ ഇവിടുന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയാകുമോ എന്താണ് കേസ് എൻ്റെ മെയിൻ വാച്ച്. ഇതിനെവിടെ പോലെ ഈ വാച്ച് കിട്ടും, കുറേ നാളെ ഞാൻ ഉപയോഗിക്കുന്നത്, ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല, എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഒരു പൊട്ട് തരാൻ വേണ്ടി അവിടെ നിന്ന് ഞാൻ അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇടാറില്ല, ജസ്റ്റ് വാച്ചിടും, പൊട്ടിടും, കുറച്ച് പൗഡർ ഇടും, സൺസ്ക്രീനും തൂക്കും, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു മേക്കപ്പ്. അങ്ങനെ ഇതാണ് ഗൈസ് ഞാനിട്ട ഔട്ട്ഫിറ്റ് എന്ന് പറയാനൊന്നുമില്ല, ഒരു ജീൻസും ഒരു ടോപ്പും. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് കട്ടിൽ കൂടിയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്, അതാണെങ്കിൽ എളുപ്പമുണ്ട്, മറ്റേത് കുറച്ചുകൂടി നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് കട്ടിൽ കൂടെ പോകാൻ ഗൈസ്. ഷോർട്ട് കട്ട് മീൻസ് ഒരു കണ്ടത്തിൻ്റെ സൈഡുണ്ട്, ഒരു വലിയ പറമ്പുണ്ട്, കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇറക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റുണ്ട്. അവർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, തെങ്ങൊക്കെ ഉള്ള നൈസാണ്, നടക്കാൻ നല്ല വൈബാണ്. അങ്ങനെ നടന്ന് ചേച്ചി പുറകെ ഉണ്ട്, അവൾ ഇൻട്രോവേർട്ടാണ് ഗൈസ്, അവൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല. അങ്ങനെ ഇത് വേറെ ഗുഹയ്ക്കകത്ത് വേറെ പോകുന്ന ഫീലാണ്, ഫുള്ളിങ്ങനെ മരവും ചപ്പും ചവറൊക്കെ ആയിട്ട്. പക്ഷെ ഇതാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പോകുന്നത്, മറ്റേത് കുറേ നടക്കാനുണ്ട്. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന്, ഈ വീട്ടിൽ ഒരു വീടാണ്, ആ വീട്ടിലാരും താമസിക്കുന്നില്ല. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക്, അവിടെ നിന്ന് ശകല ബസ് സ്റ്റോപ്പിൽ നടക്കാറുള്ളൂ. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് അവളെ ഫ്രണ്ട്സ്, ഒരു ഫ്രണ്ട് അവരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരെ, ആ ചേച്ചി എൻ്റെ ചേച്ചീനെ പോലെ ഇൻട്രോവേർട്ടാണ് ഗേൾസ്, ക്യാമറ ഫ്രണ്ടിൽ വരില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റൂല. ഞാൻ ആദ്യമായിട്ട് ഗേൾസ് KSRTC കയറുന്നത്. അങ്ങനെ കയറി ഒരു ഒന്നര മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഒരു 100 രൂപ എടുത്ത് ഓട്ടോയ്ക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറി, ബസ്സിന് പോകും, പക്ഷേ ഞങ്ങൾക്ക് വഴിയറിയാത്ത ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ബാക്കി ഫ്രണ്ട്സ് ചേച്ചിമാർ വന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ വന്ന കൃപാസനത്തിലാണ്. ഇവരുടെ ചേച്ചിമാരും അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി അവർ വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ കാണുന്നതും കയറുന്നതും എല്ലാം ആദ്യമായിട്ട് തന്നെ. അവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം സമയം എടുത്ത് ലാസ്റ്റ് അവർ സാക്ഷിയൊക്കെ പറഞ്ഞു. ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്, അതൊക്കെ കഴിഞ്ഞ് അവർ സാക്ഷ്യം കഴിഞ്ഞ് പറഞ്ഞ് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പപ്പാരെ വണ്ടി വെക്കാൻ വേണ്ടി ഈ 2 കീ ചെയിൻ മേടിച്ച്. പിന്നെ ഞങ്ങളൊരു ബസ്സിന് വേണ്ട ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് മരിയ ഷാജി ചേച്ചി. ആ ചേച്ചി മാത്രമാണ് എൻ്റെ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് ചേച്ചിമാർക്ക് ഒരു എടത്വ പള്ളിയിൽ ഒരു ചെറിയ പള്ളിയിൽ മെഴുകുതിരി കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിലേക്ക് പോയി. അവർ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ എടത്വ ബസ്സിൽ കയറി. ഓരോ ബസ്സിലും ഓരോ മണിക്കൂർ വീതം ഇരിക്കാനായിരുന്നു. അങ്ങനെ എടത്വ അവർ എത്തിയപ്പോഴേക്കും ഞങ്ങൾ വിശന്നുകൊണ്ട് ചെറുതായിട്ട് നാരങ്ങ കുടിക്കാൻ വേണ്ടി കയറി. അവരെ എല്ലാവരും ഒന്നും കുടിച്ചില്ല, ഞാൻ കുറച്ച് കുടിച്ചു, എനിക്ക് ഞങ്ങൾ വിശക്കുന്നില്ലായിരുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ 3 ഓട്ടോയിലായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ചെന്ന് മെഴുകുതിരി കത്തിച്ച്. അത് കഴിഞ്ഞ് ചേച്ചിമാരുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളെ കൂട്ടിയില്ല, ഞങ്ങൾ കുറച്ച് അനിയത്തിമാരുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെ കൂട്ടാതെ അവർ ഫോട്ടോ എടുത്ത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഞങ്ങൾ പകുതി പേര് ഓരോ സ്ഥലത്തേക്കും ബാക്കി ഉള്ളവർ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവരിരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച്. അപ്പം വേറൊരു ചേച്ചിയുടെ വീട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി വേറൊരു ചേച്ചിക്ക് എങ്ങനെ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരുവല്ലയ്ക്കുള്ള ബസ്സിന് കയറി ഗൈസ്. അവിടെയും പിന്നെ 1.5 മണിക്കൂർ യാത്ര. ഇന്ന് ഫുള്ള് KSRTC ബസ്സിലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് അവിടുന്ന് കോട്ടയത്തിന് വേണ്ടിയുള്ള ബസ്സിന് കയറി ഗൈസ്. അവിടെയും KSRTC. അങ്ങനെ കോട്ടയം കൃത്യം ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ റൂട്ടിലേക്ക് പോകുന്നൊരു ബസ് കിട്ടി. അങ്ങനെ ആ ബസ്സിൽ കയറി. അത് മാത്രമാണ് ഗൈസ് പ്രൈവറ്റ് ബസ്. ഞങ്ങൾ ഇന്ന് 6 ബസ്സോടെ ഞങ്ങൾ കയറി. അതിൽ 5 ബസ്സും KSRTC ആയിരുന്നു. മടുത്ത് ഊപ്പാട് കളങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ മടുത്ത് പോയി. ഇപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നാൽ മതി. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.